ഹായ്, നമസ്കാരം. ട്രാവൽ ആൻഡ് ഫ്ലേവേഴ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വേറെ ഇൻട്രസ്റ്റിംഗ് പ്ലേസിലാണ്. എൻ്റെ ബാക്കിൽ കാണാം ദുബായ് ഫ്രെയിം. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ദുബായ് ഫ്രെയിമിലേക്കാണ്. അപ്പോൾ ഞാൻ ടിക്കറ്റ് ഓൾറെഡി ബുക്ക്ഡാണ്. നമ്മൾ 11 മണിയായി. ഇവിടെ നല്ല ചൂടാണ്. അവിടെ ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ ടിക്കറ്റ് കോസ്റ്റ് വരുന്നത് അഡൾട്ടിന് 52 ദിർഹമാണ് വരുന്നത്. ഞങ്ങളകത്തോട്ട് കയറി. ഇതാണ് ഇതിൻ്റെ വശം. നമ്മളവിടെ ടിക്കറ്റ് കാണിച്ച് നമ്മളിങ്ങനെ അങ്ങോട്ട് കയറി മുന്നോട്ട് പോവുക. ഇനി അവിടെ ചെന്നിട്ടായിരിക്കും അതിൻ്റെ മേലോട്ട് കയറുന്നത്. ദുബായ് ഫ്രെയിമിൻ്റെ ടിക്കറ്റ് കൗണ്ടർ അതിൻ്റെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ദുബായ് ഫ്രെയിം. എനിക്ക് മനസ്സിലായി, നമ്മൾ എല്ലാം അവിടെ ഇവിടെയൊക്കെ നിന്ന് നോക്കുമ്പോൾ ഭയങ്കര ചെറുതായിട്ട് തോന്നുന്നു. പക്ഷേ എല്ലാ സാധനവും നമ്മൾ ഇതിൻ്റെ അടുത്ത് വരുമ്പോൾ ഭയങ്കര ഹ്യൂജാണ് ഈ സംഭവം. നല്ല ഭംഗിയാണ്. നല്ല ഗോൾഡൻ കളറിൽ പ്ലേറ്റഡ് ആയത് കാരണം നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മളിതിൻ്റെ ഫ്രണ്ടിലോട്ട് നടക്കുവാണ്, എൻട്രൻസിലേക്ക് നടക്കുവാണ്. അപ്പോൾ ഇവിടെ ഒരു ഫൗണ്ടനും ചെറിയൊരു ഗാർഡൻ സെറ്റപ്പൊക്കെ ഉണ്ട്. അതുപോലെ ഇവിടെയും ഫോട്ടോ എടുക്കാനുള്ളൊരു സെറ്റപ്പുണ്ട്. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്. അത് നന്നായിട്ട് കിടന്ന് ആടുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട്. ആ ബോളിൽ ആ സാധനം അനങ്ങണ പോലെ തോന്നുന്നു. അത് എങ്ങനെയാണ് അത് അനങ്ങുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. എനിക്കുള്ള ലൈറ്റിൻ്റെ പ്രത്യേകതയാണെന്ന് തോന്നുന്നു. നമ്മളിതിനകത്ത് കയറുക. ഫാദർ ഓഫ് ദുബായ്. കയറുമ്പോൾ തന്നെ ഇവരുടെ ഒരു പഴയകാല ജീവിതം ഇങ്ങനെ ഒരു ഇതിൽ കാണിച്ചിട്ടുണ്ട്. ലൈറ്റിങ്ങാണ് കംപ്ലീറ്റ് ലൈറ്റിങ് വെച്ചുള്ള പരിപാടിയാണ്. ബാക്കിയൊന്നും മരുഭൂമിയിൽ നിൽക്കുന്നത് തോന്നുന്നു. അടിയിലൊക്കെ വന്നത് ഇവരുടെ ട്രഡീഷണൽ സോങ്ങും കാര്യങ്ങളാണ്. അടുത്ത മുറിയിലേക്ക് വരുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. പഴയ പഴയ കാര്യങ്ങളാണ്. പഴയ അവരുടെ ജീവിത ശൈലികൾ, അവരുടെ ഫുഡ്, നെയ്ത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പഴയ പാത്രങ്ങൾ. പുതിയ പാത്രം പഴയതാക്കി വെച്ചേക്കുന്നത് എനിക്ക് തോന്നുന്നു. പഴയ തയ്യൽ മെഷീന്, അവരുടെ പഴയ ഖുറാനാണ് ഇതാക്കി. ഒരു പഴയ രീതിയിലാണ് ഈ ബിൽഡിങ് അവർ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത്. മേലെ അവർ കച്ചില അതുപോലത്തെ സാധനം, ഓല, പാമ്പിൻ്റെ അല്ലെങ്കിൽ പനോല വെച്ചിട്ടുള്ള റൂഫിങ്ങാണ്. ജനറൽ ട്രേഡ് ലേദർ ഷോപ്പിൻ്റെ പുള്ളിക്കാരാണ് ഇതെല്ലാം വെക്കുന്നത്. ഇത് അവരുടെ പഴയ ഒരു തുണിക്കട. അവരുടെ സ്പൈസസ് ഷോപ്പാണ്. അവരുടെ പഴയ ബസാർ പോലെയൊക്കെ കാണിച്ചിരിക്കുന്നത്. എങ്കിലും നമ്മൾ കൊടലിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതും ഒരു ലൈറ്റിങ് വെച്ചിട്ട് അവരുടെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളും. ഇത് നമ്മുടെ നാട്ടിലെ മണ്ണെണ്ണ വീപ്പകൾ. ദുബായ് പ്ലാൻ 1960. ഇതെല്ലാം പഴയ പഴയ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളിനി ലിഫ്റ്റിലോട്ട് കയറാൻ പോവുകയാണ്.
develops the frames high to 150 meters and the 38 floor. Right side you can see here, right side. വ്യൂ ഇതിൻ്റെ ഒരു സൈഡ് ഓൾഡ് ദുബായും ഒരു സൈഡ് ന്യൂ ദുബായും ആണ്. എല്ലാവരും ഈ ബ്രിഡ്ജ് വാക്ക് എൻജോയ് ചെയ്യുന്നുണ്ട്. ഗ്ലാസ് ബ്രിഡ്ജാണ്, നമുക്ക് നടക്കാം. ഇവിടെ ചെറിയ ഒരു കഫ്റ്റീരിയ ഉണ്ട്. ഇങ്ങനെ ഓരോരോ സ്ക്രീനുകൾ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇത് കണ്ടോ, നമ്മൾ ഇതിൻ്റെ മുകളിലാണ് ഇത്ര അടി ഉയരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ നടക്കുന്നതനുസരിച്ച് അത് അല്ലെങ്കിൽ അതൊരു മങ്ങിയ രീതിയിലാണ് കാണിക്കുന്നത്. നമ്മൾ നടക്കുമ്പോഴാണ് അത് സ്ക്രീൻ തെളിഞ്ഞു വരുന്നത്. ഓൾഡ് ദുബായ് കണ്ടു. ഇനിയിപ്പോൾ ഇതാണ് ന്യൂ ദുബായിയുടെ സ്റ്റൈല്. താഴെ കാണുന്ന സബീൽ പാർക്കാണ്. സബീൽ പാർക്കിലാണ് ഇത് ഉള്ളത്. പെരാമ സബീൽ പാർക്ക്. അടുത്ത മോളിൽ താഴത്തോട്ട് ഇറങ്ങി ഇവിടെ താഴത്ത് വന്ന് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഷോ ഉണ്ട്. ഇവിടെ എന്താണെന്ന് മനസ്സിലായി. എല്ലാം ലൈറ്റിംഗ് കൊണ്ടുള്ള പരിപാടിയാണ്. ടെക്നോളജിയും കാര്യങ്ങളും കാണിക്കില്ല തന്നെ. അഡ്വാൻസ്ഡ് ഇറങ്ങുവാണ്. ദുബായ് ഫ്രെയിം കണ്ടു കഴിഞ്ഞു. നമ്മൾ മോളെടുക്കുന്ന ഫോട്ടോസ് അവർ താഴെ വെച്ചിട്ടുണ്ട്. പല രീതിയിലുള്ള ടൈപ്പുള്ളത് നമുക്ക് ഇവിടെ അവൈലബിൾ ആക്കി വെച്ചിട്ടുണ്ട്. വീൽ ചെയർ ആക്സസ് ഉള്ളവർക്ക് വീൽ ചെയറുണ്ട്. താഴെ വേണ്ട സുവനീറുകളെല്ലാം നമുക്ക് വാങ്ങാവുന്നതാണ്. നല്ലൊരു സുവനീർ ഷോപ്പുണ്ട്. അങ്ങനെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങാനുള്ള പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ദുബായ് ഫ്രെയിം കണ്ടിറങ്ങി. വേറൊരു ഇൻട്രസ്റ്റിംഗ് പ്ലേസ് വെച്ച് നമുക്ക് കാണാം. ബൈ.